ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും പരിപാടിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒരു കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പ്രത്യേകം പറയാത്തത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന, അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തരുന്ന വിടുതൽ കാണുമ്പോൾ അനേകരുടെ സ്തോത്രത്തിൻ്റെയോ അങ്ങനെ കുറിഞ്ഞില്ലെന്ന് പറയുന്നു. അപ്പോൾ അതിനാദ്യമേ അത് അനൗൺസ് ചെയ്ത് ഒരു സാക്ഷിയാകുമ്പോൾ എല്ലാവരും അറിയണം. അതിന് മുമ്പ് എല്ലാവരും പ്രാർത്ഥിക്കണം, വളരെയധികം പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾക്ക് ഡിറ്റായിക്ക് ഒക്കെ ബലം കിട്ടാനും ധൈര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാനും പ്രാർത്ഥന ആവശ്യം, പ്രാർത്ഥന ഒത്തിരി ആവശ്യം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സഹായകനായിട്ടാണ്, നമ്മളെ വഴി നടത്താൻ, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുക. പരിശുദ്ധാത്മാവിനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഇൻസ്ട്രക്ഷൻസും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഞങ്ങൾ ചെറുപ്പത്തിൽ സ്വീകരിച്ചതാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെ അറിയുന്നത്? അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ സ്വീകരിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു 3-4 കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നമുക്കറിയാം. അതിലൊന്ന്, പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ സ്നേഹവും സന്തോഷവും. സ്നേഹം, ആനന്ദം, ലവ് ആൻഡ് ജോയ്. ഹാപ്പിനെസ് വ്യത്യാസമാണ്, ജോയ് വ്യത്യാസം. സ്നേഹം എന്ന് പറയുമ്പോൾ ഡിവൈൻ ലവ്, നോട്ട് ദ വേൾഡ്ലി. ലോകത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹമുണ്ട്. ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കി, ചില ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി, ചില കൊടുക്കൽ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ കെമിസ്ട്രി അടിസ്ഥാനമാക്കി ഉള്ള സ്നേഹം. അതല്ല, ദിസ് ഇസ് ഡിവൈൻ ലവ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. ഒന്ന് കർത്താവിനുള്ള സ്നേഹം, അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് മറ്റുള്ളവരുടെ സ്നേഹം. അവിടെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരോടും അങ്ങനെ വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഗലാത്യലേഖനം 5:22 ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഒന്നിട്ടൊന്ന് വായിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. വെറുതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവകാശമായിട്ട് കാര്യമില്ല. അപ്പോൾ ഇല്ലയെന്ന് ബോധ്യം വരുവാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാമല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിക്കാമല്ലോ. പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയിട്ട് ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ദ പീസ് വിച്ച് സർപ്പാസസ് ഓൾ അവർ അണ്ടർസ്റ്റാൻഡിങ്. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. ഞാൻ പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് ഡോക്ടർ സർജറി പറഞ്ഞു, അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ കർത്താവിനെ വിളിച്ച് ഞാൻ എന്ത് ചെയ്യണം, ഞാനത് കരഞ്ഞു. കർത്താവിനെ വിളിച്ച് ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് എന്നോട് പറഞ്ഞു, നീ ഇതിൽ കൂടെ ഒന്ന് പോകണ്ട, എനിക്ക് വേറെ വഴി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ആ വഴി കാണിച്ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനം ഉണ്ടെന്ന് നിറച്ചു. കാരണം അതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ, ഇത് ഞാനാണ് സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, എൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ആണ് നിന്നോടിപ്പോൾ സംസാരിച്ചതെന്നുള്ളതിൻ്റെ വലിയൊരു അറ്റസ്റ്റേഷനായിരുന്നു ആ സമാധാനം. എനിക്ക് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാടാണ്. അത് അനുഭവിച്ചെങ്കിലും അറിയത്തുള്ളൂ. നമ്മളെ ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മളെ അങ്ങ് പുറത്ത് മോളിക്കൊണ്ടുപോകാം. സകല ബുദ്ധിയും കവിഞ്ഞ സമാധാനം. നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. നമ്മുടെ അവസ്ഥകൾ മാറിയിട്ടില്ല, നമ്മുടെ രോഗം അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു സൊല്യൂഷനും ആയിട്ടില്ല, ഒരു ഹീലിങ്ങും ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കർത്താവ് നമുക്കൊരു ഉറപ്പ് തന്നിട്ട് ആ ഉറപ്പിനെ ഉറപ്പിക്കാൻ. കാരണം മനുഷ്യബുദ്ധിയിൽ ഇതൊക്കെ തോന്നാം, അല്ലെങ്കിൽ പിശാച് നമ്മളോട് സംസാരിക്കാം, നമ്മൾ തെറ്റിക്കാൻ നോക്കാം. അതല്ല, ഇത് ഞാൻ തന്നെയാണ്, നിൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, നിന്നെ ഞാൻ വഴി നടത്തും, നിന്റെ സഹായകനാണ് ഞാൻ ദൈവത്തിൻ്റെ തന്നെ ആത്മാവ്. അപ്പോൾ ആ ഉറപ്പ് എനിക്ക് തന്നതാണ് ആ സകല ബുദ്ധിയെ കവിയുന്ന സമാധാനമുണ്ട്. അതാണ് വലിയൊരു അടയാളം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, നമുക്ക് കർത്താവ് ഒരു വാഗ്ദാനം തരുമ്പോൾ അതിൻ്റെ കൂടെ വലിയൊരു സമാധാനം തരും. അത് ഞാൻ തന്നെയാണ്, എൻ്റെ വാക്കുകളാണ്, നീ സംശയിക്കണ്ട എന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ. സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുള്ള ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം, ഡിവൈൻ ലവ്, പിന്നെ ജോയ്, ആനന്ദവും സന്തോഷം രണ്ടും ഞാൻ പറഞ്ഞു. സന്തോഷം എന്ന് പറയുന്നത് ചില ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ചില നമുക്ക് സന്തോഷം ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ
ഇപ്പം എന്താ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്, ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് അത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അതൊക്കെ താൽക്കാലികം. മറ്റേ ജോയ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷം, ഏത് സാഹചര്യത്തിലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. കർത്താവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവാണ് എൻ്റെ ആശ്രയം, എൻ്റെ കോട്ട, എൻ്റെ അഭയം. ഞാൻ കർത്താവിൻ്റെ തണലിലാണ് വസിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ നിഴലിൻ കീഴിലാണ് പാർക്കുന്നത് എന്നൊക്കെയുള്ള 91 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ 91 സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ ഒത്തിരിനാൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. ഞാൻ കൂടുതൽ പുതിയ നിയമം വായിക്കുന്നത്. അപ്പോൾ 91 സങ്കീർത്തനം വായിക്കണമെന്ന് തോന്നി. വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ കുറേ നാൾ മുമ്പാണ് പിന്നെ നേരത്തെ വായിച്ചിട്ടുള്ളത്. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസോട് കൂടിയാണ് അന്ന് വായിച്ചാൽ പിടികിട്ടുള്ളത്. 91 സങ്കീർത്തനം നിർത്തി വായിക്കാൻ പിടികിട്ടും. പല ഇൻസ്ട്രക്ഷൻസ് അതിനകത്തുണ്ട്. ഇഫ് യു ഡു ലൈക്ക് ദിസ്, ഇഫ് യു ഡ്വെൽ ഇൻ മീ, ഇഫ് യു അബൈഡ് ഇൻ മീ, നീ എൻ്റെ തടലിൻ കീഴിൽ വസിച്ച, നീ എന്നിൽ വാസം ഉറപ്പിച്ചതുകൊണ്ട്, അങ്ങനെ കുറേ കണ്ടീഷൻസ് അതിനകത്തുണ്ട്. നമ്മൾ എല്ലാവരും 90 സങ്കീർത്തനം വായിക്കും, നമുക്ക് വലിയ ആശ്വാസം കിട്ടുമെന്ന് പറയും. പക്ഷേ അതിനകത്ത് കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കാറേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.